ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കേട്ടോ. അതായത് ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യണം. അതായത് ഡെയിലി ലൈഫിൽ നമ്മൾ മലയാളത്തിൽ പറയുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഞാൻ പറയുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടും അല്ലേ? മലയാളത്തിൽ നിങ്ങൾക്ക് കിട്ടും. അതൊന്ന് നിങ്ങൾ ഇംഗ്ലീഷിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമ്മളുടെ കമൻറ്റിലൊന്ന് അറിയിക്കാനായിട്ട് ശ്രമിക്കട്ടെ. കിട്ടുന്നതൊക്കെ കമൻറ്റിൽ അറിയിക്കുക. കുറച്ച് തെറ്റുണ്ടെങ്കിലും ഒന്നും കുഴപ്പമില്ല. ഞാൻ ക്വസ്റ്റ്യൻ മാത്രമാണ് ഇവിടെ പറയുന്നത്. അത് നിങ്ങൾ അതിൻ്റെ ആൻസറുകൾ നിങ്ങൾക്ക് നെഗറ്റീവിൽ പറയാം, പോസിറ്റീവിൽ പറയാം. നിങ്ങൾ എന്താണോ അതിൻ്റെ ആൻസർ നിങ്ങളുടെ മനസ്സിൽ വരുന്നത് അത് നിങ്ങൾക്ക് കമൻ്റായിട്ട് പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നല്ലൊരു ക്ലാസ്സാണ്. വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക. ഇഷ്ടപ്പെടുമ്പോൾ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് സെൻറ്റൻസിലേക്ക് കിടക്കാം. ഫസ്റ്റ് നമ്മൾ വീട്ടിലേക്ക് കിടക്കുന്ന സമയത്ത് ഇപ്പം ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ട് വരുന്ന ആളുകളെ, എവിടെ നിന്നെങ്കിലും നമ്മൾ വരുന്ന ആളുകൾ നമ്മൾ വീട്ടിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ മക്കളോടൊക്കെ ചോദിക്കാൻ പറ്റുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസുകളാണ് വീട്ടുകാരോടും ചോദിക്കാം. നീ ചോറ് കഴിച്ചോ, നീ ഭക്ഷണം കഴിച്ചോ, നീ ചായ കുടിച്ചോ, ലഞ്ച് കഴിച്ചോ, ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ടല്ലോ. അപ്പം നീ ചോറ് കഴിച്ചോ എങ്ങനെ ചോദിക്കുക? ഡിഡ് യു ഈറ്റ് റൈസ്? ഡിഡ് യു ഈറ്റ് റൈസ്? അതിന് ഉത്തരം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും, നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും അറിയിക്കുക കേട്ടോ. നീ ഭക്ഷണം കഴിച്ചോ എന്നാണെങ്കിൽ ഡിഡ് യു ഈറ്റ് ഫുഡ് എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. നീ ഇന്ന് സ്കൂളിൽ പോയിരുന്നോ? നമ്മൾ ഇന്ന് രാവിലെ പോയതാണ്. അപ്പോൾ നമ്മൾ വീട്ടിലെ കാര്യങ്ങൾ ചോദിക്കാൻ നീ ഇന്ന് സ്കൂളിൽ പോയിരുന്നോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ സ്കൂളിൽ പോയോ എന്നാണ്. ഡിഡ് യു ഗോ ടു സ്കൂൾ ടുഡേ? ഞാനിവിടെ ക്വസ്റ്റ്യൻ മാത്രമേ പറയുന്നുള്ളൂ. ഡിഡ് യു ഗോ ടു സ്കൂൾ ടുഡേ? നീ ഇന്ന് സ്കൂളിൽ നേരത്തെ പോയോ അതോ വൈകിയോ? അല്ലേ, രണ്ടും നമുക്കറിയണം. അപ്പോൾ നമ്മൾ ചോദിക്കുക നീ ഇന്ന് സ്കൂളിൽ നേരത്തെ പോയോ അതോ വൈകിയോ? എങ്ങനെയാ ചോദിക്കുക? ഡിഡ് യു ഗോ ടു സ്കൂൾ ഏർലി ഓർ ലേറ്റ് ടുഡേ? ഡിഡ് യു ഗോ ടു സ്കൂൾ ഏർലി ഓർ ലേറ്റ് ടുഡേ? നീ ഇന്ന് സ്കൂളിൽ നേരത്തെ പോയോ അതോ വൈകിയോ? അല്ലേ, അതോ അല്ലെങ്കിൽ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഓർ എന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിനൊക്കെ ആൻസർ നിങ്ങളുടെ മനസ്സിൽ ഓടി വരുന്നുണ്ടാകും. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, നിനക്കിന്ന് വേഗം ബസ് കിട്ടിയോ? അല്ലേ, നിനക്കിന്ന് വേഗം ബസ് കിട്ടിയോ? ഡിഡ് യു ഗെറ്റ് എ ബസ് ക്വിക്കലി ടുഡേ? ഡിഡ് യു ഗെറ്റ് എ ബസ് ക്വിക്കലി ടുഡേ? നിനക്കിന്ന് വേഗം ബസ് കിട്ടിയോ അല്ലെങ്കിൽ നേരത്തെ ബസ് കിട്ടിയോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് വേഗം എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ക്വിക്കലി എന്ന് യൂസ് ചെയ്യും. ഡിഡ് യു ഗെറ്റ് എ ബസ് ക്വിക്കലി? നിൻ്റെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു? അല്ലേ, ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാനായിട്ടുണ്ട്. നിൻ്റെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു? ഹു വാസ് വിത്ത് യു? ഹു വാസ് വിത്ത് യു കഴിഞ്ഞ കാര്യമാണല്ലോ. നെക്സ്റ്റ്, ഇന്ന് എന്താ ടീച്ചർ പഠിപ്പിച്ചത്? വളരെ നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇന്ന് എന്താ ടീച്ചർ പഠിപ്പിച്ചത്? വാട്ട് ഡിഡ് ദ ടീച്ചർ ടീച്ച് ടുഡേ? വാട്ട് ഡിഡ് ദ ടീച്ചർ ടീച്ച് ടുഡേ? ഇന്ന് എന്താ ടീച്ചർ പഠിപ്പിച്ചത്? നീ വരുമ്പോൾ ബസ്സിൽ തിരക്കുണ്ടായിരുന്നോ? അല്ലേ, നീ വരുമ്പോൾ ബസ്സിൽ തിരക്കുണ്ടായിരുന്നോ? എങ്ങനെ ചോദിക്കുക? വാസ് ദ ബസ് ക്രൗഡഡ് വെൻ യു കെയിം ബാക്ക്? അല്ലേ, തിരിച്ചു വരുമ്പോൾ എന്നാണ്. സോ വാസ് ദ ബസ് ക്രൗഡഡ്? ബസ് തിരക്കുണ്ടായിരുന്നോ? വെൻ യു കെയിം ബാക്ക്, നീ തിരിച്ചു വരുമ്പോൾ. ഓക്കെ, ഇന്ന് നിന്റെ കൂടെ അൻവർ ഉണ്ടായിരുന്നോ? ഇന്ന് നിന്റെ കൂടെ അൻവർ ഉണ്ടായിരുന്നോ? നിങ്ങളുടെ കൂടെ ആരാണ് ഉണ്ടായിരുന്നത് അത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇന്ന് നിന്റെ കൂടെ അൻവർ ഉണ്ടായിരുന്നോ? വാസ് അൻവർ വിത്ത് യു ടുഡേ? വാസ് അൻവർ വിത്ത് യു ടുഡേ? റോഡിൽ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നോ? ഇപ്പം ഏറ്റവും കൂടുതലായിട്ട് നടക്കുന്നത് അതാണ് അല്ലേ. റോഡിൽ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നോ? വാസ് ദർ ഹെവി ട്രാഫിക് ഓൺ ദ റോഡ്? വാസ് ദർ ഹെവി ട്രാഫിക് ഓൺ ദ റോഡ്? റോഡിൽ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നോ? ഇത് നിങ്ങൾക്ക് അനുഭവം ഉണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ പറയാം കേട്ടോ. ഇനി, വീട്ടിലെത്തിയ ശേഷം കളിക്കാൻ പോയോ? വീട്ടിലെത്തിയ ശേഷം നീ കളിക്കാൻ പോയോ? ഡിഡ് യു ഗോ ഔട്ട് ടു പ്ലേ ആഫ്റ്റർ യു ഗോട്ട് ഹോം? ഡിഡ് യു ഗോ ഔട്ട് ടു പ്ലേ? നീ കളിക്കാൻ പോയോ? ആഫ്റ്റർ യു ഗോട്ട് ഹോം, നീ വീട്ടിലെത്തിയ ശേഷം. കളി കഴിഞ്ഞ് എപ്പോഴാണ് വീട്ടിൽ വന്നത്? ഞാൻ ചോദിക്കാറുണ്ടല്ലോ. കളി കഴിഞ്ഞ് എപ്പോഴാണ് നീ വീട്ടിൽ വന്നത്? വെൻ ഡിഡ് യു കം ഹോം? വെൻ ഡിഡ് യു കം ഹോം ആഫ്റ്റർ പ്ലേയിങ്? വെൻ ഡിഡ് യു കം ഹോം ആഫ്റ്റർ പ്ലേയിങ്? എപ്പോഴാണ് നീ കളി കഴിഞ്ഞ് വന്നത്? 6 മണിക്ക് മുമ്പ് വീട്ടിലെത്തിയോ? അല്ലേ, 6 മണിക്ക് മുമ്പ് വീട്ടിലെത്തിയോ? എങ്ങനെ ചോദിക്കുക? ഡിഡ് യു ഗെറ്റ് ഹോം ബിഫോർ 6 o'clock? ഡിഡ് യു ഗെറ്റ് ഹോം ബിഫോർ 6 o'clock? 7 മണിക്ക് പഠിക്കാനിരുന്നോ? അല്ലേ, 7 മണിക്ക് പഠിക്കാനിരുന്നോ? ഡിഡ് യു സിറ്റ് ഡൗൺ? അല്ലെങ്കിൽ പഠിക്കാൻ തുടങ്ങിയോ എന്നാണെങ്കിൽ ഡിഡ് യു സ്റ്റാർട്ട് എന്ന് പറയാം. പഠിക്കാൻ ഇരുന്നോ എന്ന് ചോദിക്കുമ്പോൾ പഠിക്കാനായിട്ട് നമ്മൾ ഇരുന്നോ എന്നുള്ളത് തന്നെയാണ്. സോ ഡിഡ് യു സിറ്റ് ഡൗൺ ടു സ്റ്റഡി അറ്റ് 7?
അതായത് 7 മണിക്ക് നീ പഠിക്കാനിരുന്നോ? ഡിഡ് യു സിറ്റ് ഡൗൺ ടു സ്റ്റഡി അറ്റ് 7? ഓക്കെ. നീ ഇന്നലെ നേരത്തെ ഉറങ്ങിയോ, അല്ലെങ്കിൽ നീ ഇന്നലെ പെട്ടെന്ന് ഉറങ്ങിയോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. നീ ഇന്നലെ നേരത്തെ ഉറങ്ങിയോ? ഡിഡ് യു ഗോ ടു ബെഡ് ഏർലി യെസ്റ്റർഡേ? ഡിഡ് യു ഗോ ടു ബെഡ് ഏർലി യെസ്റ്റർഡേ? നീ ഇന്നലെ നേരത്തെ ഉറങ്ങിയോ? നിനക്ക് രാവിലെ നേരത്തെ പോകണോ? നിനക്ക് രാവിലെ നേരത്തെ പോകണോ? ഡു യു ഹാവ് ടു ലീവ് ഏർലി ഇൻ ദ മോർണിംഗ്? ഡു യു ഹാവ് ടു ലീവ് ഏർലി ഇൻ ദ മോർണിംഗ്? നിനക്ക് രാവിലെ നേരത്തെ പോകണോ, പോകേണ്ടതുണ്ടോ? നാളെ രാവിലെ നേരത്തെ എഴുന്നേൽക്കേണ്ടി വരുമോ? നിനക്ക് നാളെ രാവിലെ നേരത്തെ എഴുന്നേൽക്കേണ്ടി വരുമോ? ഇത് നാളത്തെ കാര്യമാണ്. എഴുന്നേൽക്കേണ്ടി വരുമോ എന്നാണല്ലേ അവിടെ നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത്? ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് വിൽ യു അല്ലേ, വിൽ ഹാവ് ടു ആണ് യൂസ് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ ആകുമ്പോൾ വില്ലിന് ഫസ്റ്റ് വരും, സബ്ജക്റ്റ് രണ്ടാമത് വരും. വിൽ യു ഹാവ് ടു വേക്ക് അപ്പ് ഏർലി ടുമോറോ മോർണിംഗ്? വിൽ യു ഹാവ് ടു വേക്ക് അപ്പ് ഏർലി ടുമോറോ മോർണിംഗ്? നിനക്ക് നാളെ രാവിലെ നേരത്തെ എഴുന്നേൽക്കേണ്ടി വരുമോ? നീ ഉച്ചയ്ക്ക് എന്താണ് കഴിച്ചത്? നീ ഉച്ചയ്ക്ക് എന്താണ് കഴിച്ചത്? വാട്ട് ഡിഡ് യു ഈറ്റ് ഫോർ ലഞ്ച്? വാട്ട് ഡിഡ് യു ഈറ്റ് ഫോർ ലഞ്ച്? ഇന്ന് ആവശ്യത്തിന് വെള്ളം കുടിച്ചോ? നിങ്ങളോടാട്ടോ ഞാൻ ചോദിക്കുന്നത്. ഇന്ന് ആവശ്യത്തിന് വെള്ളം കുടിച്ചോ? ഡിഡ് യു ഡ്രിങ്ക് ഇനഫ് വാട്ടർ ടുഡേ? ഡിഡ് യു ഡ്രിങ്ക് ഇനഫ് വാട്ടർ ടുഡേ? നീ ഇന്ന് ആവശ്യത്തിന് വെള്ളം കുടിച്ചോ? ഇന്ന് നീ ടീച്ചറോട് സംസാരിച്ചോ? ഇന്ന് നീ ടീച്ചറോട് സംസാരിച്ചോ? ഡിഡ് യു ടോക്ക് ടു യുവർ ടീച്ചർ ടുഡേ? ഇന്ന് നീ ടീച്ചറോട് സംസാരിച്ചോ? ഇന്ന് ആരുടെ കൂടെയാണ് ഇരുന്നത്? ഇന്ന് ആരുടെ കൂടെയാണ് ഇരുന്നത്? ഇതൊക്കെ നമ്മൾ മക്കളോട് ചോദിക്കുന്ന ചെറിയ ക്വസ്റ്റ്യൻസുകളാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന് നീ ആരെ കൂടെയാണ് ഇരുന്നത്? ഹൂ ഡിഡ് യു സിറ്റ് വിത്ത് ടുഡേ? ഹൂ ഡിഡ് യു സിറ്റ് വിത്ത് ടുഡേ? നീ കുളിച്ചോ? ചോദിക്കാമേ, നീ കുളിച്ചോ? ഡിഡ് യു ടേക്ക് എ ബാത്ത്? അല്ലേ, ഡിഡ് യു ടേക്ക് എ ബാത്ത്? നീ ഡ്രസ്സ് മാറിയോ? നീ ഡ്രസ്സ് മാറിയോ? ഹാവ് യു ചേഞ്ച്ഡ് യുവർ ക്ലോത്ത്സ്? ഹാവ് യു ചേഞ്ച്ഡ് യുവർ ക്ലോത്ത്സ് അല്ലെങ്കിൽ ഹാവ് യു ചേഞ്ച്ഡ് യുവർ ഡ്രസ്? ഇപ്പോൾ വിശക്കുന്നുണ്ടോ? നിനക്കിപ്പോൾ വിശക്കുന്നുണ്ടോ? ആർ യു ഹംഗ്രി നൗ? ആർ യു ഹംഗ്രി നൗ? ഇനി ഇന്ന് രാത്രി എത്ര മണിക്ക് ഉറങ്ങാൻ പോകും, അല്ലെങ്കിൽ ഇന്ന് രാത്രി എത്ര മണിക്ക് ഉറങ്ങും? വാട്ട് ടൈം ആർ യു ഗോയിങ് ടു സ്ലീപ് ടു നൈറ്റ്? വാട്ട് ടൈം ആർ യു ഗോയിങ് ടു സ്ലീപ് ടു നൈറ്റ്? ഇന്ന് രാത്രി നീ എത്ര മണിക്ക് ഉറങ്ങും, അല്ലെങ്കിൽ നീ ഇന്ന് രാത്രി എത്ര മണിക്ക് ഉറങ്ങാൻ പോകും എന്നുള്ളതാണ്, വരാനിരിക്കുന്ന കാര്യമാണ്. ഓക്കെ. ഇന്ന് നീ എന്തെങ്കിലും വാങ്ങിയോ? അല്ലേ, സ്കൂളൊക്കെ പോകുന്ന സമയത്ത് ഇന്ന് നീ എന്തെങ്കിലും വാങ്ങിയോ? ഡിഡ് യു ബൈ എനിത്തിങ് ടുഡേ? ഡിഡ് യു ബൈ എനിത്തിങ് ടുഡേ? അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഡെയിലി ലൈഫിൽ നമ്മൾ മസ്റ്റായിട്ട് യൂസ് ചെയ്യുന്ന സെൻറ്റൻസുകളാണ് അല്ലേ. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത്തരത്തിലുള്ള ഒരുപാട് സെൻറ്റൻസുകൾ നമ്മൾ മലയാളത്തിൽ വീട്ടിലും പുറത്തും സ്കൂളിലൊക്കെ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആൻസർ നമുക്ക് പറയണമെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. നമ്മൾ പഠിച്ചിട്ടുണ്ട് ആൻസർ മേക്കിംഗ് ഒക്കെ. ഇനി നിങ്ങൾ അറിയാവുന്ന തരത്തിൽ ഇതിൻ്റെ ആൻസർ, ഇപ്പം നീ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചില്ല എന്നാണ് നിങ്ങളുടെ ആൻസർ എങ്കിൽ ഐ ഡിഡിൻറ്റ് ഈറ്റ് ഫുഡ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഐ ഡിഡിനെ കൂടെ നോട്ട് ആഡ് ചെയ്യുന്നു, നമ്മുടെ വെർബ് വി ഫോമിലാക്കുന്നു, പറയുന്നു. ഓക്കെ. അപ്പോൾ അതുപോലെ എല്ലാ സെൻറ്റൻസുകളും നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഞാൻ കഴിച്ചു എന്നാണെങ്കിൽ അതിനേക്കാളും സിമ്പിളാണ് ഐ ഏറ്റ് എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ അത് നിങ്ങളൊന്ന് ബാക്കിയുള്ള എല്ലാ ക്വസ്റ്റ്യൻസുകളും ഒന്ന് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. തെറ്റിക്കോട്ടെ, മിസ്റ്റേക്ക് വരുമ്പോൾ നമുക്ക് കറക്റ്റ് ചെയ്യാം. തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നമ്മുടെ കമൻറ്റിലൂടെയാണ് നിലനിർത്തേണ്ടത്. അപ്പോൾ നിങ്ങളെല്ലാവരും കമൻറ്റ് മസ്റ്റായിട്ട് അറിയിക്കണം. ഓക്കെ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. വീണ്ടും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെല്ലൈക്കണും ഓൾ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മാത്രമേ നിങ്ങൾക്ക് 6 മണിക്ക് ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ എത്തുള്ളൂ. അതുകൊണ്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് അവസാനമായിട്ടൊരു ക്വസ്റ്റ്യൻ തരാം. ഈ ബസ്സിന് ഒരുപാട് സമയം കാത്തു നിന്നോ എന്നെങ്ങനെ ചോദിക്കും? ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഈ സെൻറ്റൻസ് ആണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. അതുവരെ നിങ്ങളുടെ ആൻസറും കമൻറ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.